അങ്ങനല്ലേ ചെയ്യടാ. എടാ ഈ തൈലം ചതവിന് ബെസ്റ്റാന്നാടാ വൈദ്യര് പറഞ്ഞത്. ഒരു ചവിട്ട് അങ്ങോട്ട് തന്നാണ്ടല്ലോ. ചൂടുവെള്ളം കർത്താവ് പുഴുങ്ങാനാണോ? ഓ എന്നാലും ബൈക്കിന്ന് വീണ ഇത്രയൊക്കെ പറ്റൂടാ. ഭാഗ്യം കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്നാലും തിണ്ടികളുടെ ടൈമിൽ അപാരം തന്നെ. ഇടിയുള്ളത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. കള്ളന്മാരുടെ ശല്യം കാരണം പൊറുതി പൊട്ടി കാവലിരുന്നമാരുടെ മുന്നിൽ ചെന്ന് പെട്ടതാ പ്രശ്നമായത്. മണ്ടന്മാരെ എടാ, ഇങ്ങനെ ഓടി നടന്നാലൊന്നും കള്ളനെ പിടികിട്ടില്ല. അതിനൊക്കെ ഇല്ലേ ചില നേരവും കാലവും ഒക്കെ നോക്കണം. 2 ദിവസം കഴിഞ്ഞ വാവായി ചാകാൻ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കണ കള്ളന്മാര് വരെ അന്ന് കക്കാനറിയും. ആ സമയത്ത് ഇറങ്ങിയ നിങ്ങൾക്ക് അവനെ പിടിക്കാം. പിന്നിലെ വാതിൽ കുറ്റിയിട്ടുണ്ട്. വരാം, സൂക്ഷിക്കണേ. അതെ, ആ കിളവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ധൃതി വെക്കല്ലേ, ഞാൻ വരുന്നു. കേറി കഥ കടച്ചു. സെറ്റപ്പാണല്ലേ. അപ്പൊ ഇത് മൊത്തം ഫ്രീ ആണല്ലേ? ചാവണില്ല കൊണ്ടോ. പിന്നെ തടിയില്ലാത്തൊരാൾ തടി വെച്ച് വന്നാലേ കഷ്ടപ്പെടുന്നത് ഞാനാ. കുറക്കണം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക കിളവൻ. എന്നാലും ഉസൃതിക്ക് ഒരു കുറവുമില്ല. എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ എന്റെ കഴുത്തിലൊരു താടി വെട്ടാൻ. വെറുതെ പറഞ്ഞതാണ് കള്ളൻ. വേണ്ടി വെച്ചത് ഇടിയം വരാൻ ഒരു പണി. എന്തെങ്കിലും കുഴപ്പമില്ല. പട്ടിയിൽ കുറേ കണ്ടല്ലോ. ചിലപ്പോൾ അവനോട് ഉണ്ടെങ്കിലോ നമുക്കെന്തായാലും വണ്ടി സൈഡായി നോക്കിക്കോ. പറയടാ. ഈ പരപ്പാറ ജെയിംസ് ഇങ്ങനത്തെയുള്ള ഏരിയകൾ മാത്രമേ കക്കുള്ളൂ. ഇവിടെ ഏതാണ്ട് ഒരു 7 വീടുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇവന്മാരൊക്കെയുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവൻ തപ്പി പിടിച്ച് കണ്ടു കിട്ടിയാൽ മതി. നോക്കടാ, ഇതവനല്ലടാ പരപ്പാറ ജെയിംസ്. ജെയിംസ് അല്ലേ പേര് കഴിച്ച് പിന്നെയോടെ വന്നു. ഞാൻ ചെല്ലി ഇവിടെ ചെല്ലി ചെല്ലി ചെല്ലി.
നമ്മുടെ ജോലി വളരെ തെറ്റി. നിന്റെ ഭാര്യനൊന്നല്ല ഞാൻ ഒളിഞ്ഞു നോക്കിയത്. നിങ്ങൾ അവനൊരു 6 അടി പൊക്കണ്ടാണെന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ വട്ടം കയറി പിടിച്ചതാ, പക്ഷെ പിടി കിട്ടി. ഇപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഇനി അങ്ങട്ട് നല്ല സമയം. പിടിച്ചാ പിടി കിട്ടില്ല. ആ പണിക്കര് പറഞ്ഞ അച്ചട്ടായി തെണ്ടി. ഈ പട്ടിയെറിഞ്ഞ് കുറയ്ക്കുന്നതിനാ ആരെങ്കിലും ജനലിന് പട്ടി അവിടെ നിന്ന് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട് പട്ടി കുറയ്ക്കാനായിട്ട് നോക്കാൻ ഇറങ്ങിയതാ. ഒന്ന് പോതല്ലേ, പട്ടി കലണ്ടർ നോക്കിയിട്ടല്ലേ കുറയ്ക്കാൻ ഇറങ്ങണത്. ഒന്ന് പോ പിശാച് പട്ടി, മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. ഇവിടെ ഇങ്ങൊന്നും കാണാനില്ലല്ലോ. എന്ത് കണ്ടിട്ടാണ് ഈ പട്ടി ഇങ്ങനെ ഇവിടുന്ന് കുറയ്ക്കുന്നത്? മനുഷ്യനോ? വിഷ്ണു ഇവനിത് എവിടെ പോയി കിടക്കണേ? വിളിച്ചു നോക്കാം. പിന്നെ നാട്ടുകാരുടെ ഞാൻ പോയി പെട്ടോ ദൈവമേ. കണ്ണ് കാണാനില്ലല്ലോ. പാമ്പാണോ? പേടിപ്പിക്കടുത്തിട്ട് ഞാനാ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാനാലോലത്തിന്റെ പോയി ആ ചാണകോടിയിൽ വീണടാ. നീ ഇത് കണ്ട? നീ എന്താ മൊബൈൽ എടുക്കാത്തെ? എത്ര നേരം കാത്തിക്കണത് ഇവിടെ? എന്റെ മൊബൈലൊക്കെ പോയടാ. ആ നാട്ടുകാർ തണ്ടികൾ പോകണ്ട്. എനിക്കിവിടെ വരാൻ പറ്റുമോ? വാ, ഒന്ന് വണ്ടി കയറി. ഏതൊരു അലവരാതി വായു അടിക്കാൻ പോകുന്നല്ലോ. തോട്ടല്ലേ തോട്ടാൻ പറ്റിയ സാധനം. മാറിയിട്ടെടുക്കടാ. എന്തായിരുന്നു എന്റെ ജീവിതം ചാണകത്തെ മുങ്ങി. കറക്റ്റ്. നോക്കണേ.